ദൈവത്തിന്റെ പദ്ധതി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 സമയത്തിനിടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു വിഷയമുണ്ട്. എന്നോട് അന്നേരം കർത്താവ് പറഞ്ഞു, ഇത് ആഹ്, ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ദൈവം സ്പെസിഫിക്കലി ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ആണെന്നുള്ളത്. Amen. Last night at 11:30, the Lord was speaking to me and giving me a word. And Lord even told me this message is being crafted for this prayer group. So I believe this invitation was coming, even though I was just asked a few minutes ago. എങ്ങനെ ഇതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. ആദ്യം പാടിയതുപോലെ തന്നെ ചേച്ചി ഒന്നത് എങ്ങനെയെങ്കിലും ഒന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തായിരുന്നു അതിന്റെ കണ്ടന്റ് എന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാര്യം Yes. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനിടയിലോട്ടേക്ക് അങ്ങ് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. കാര്യം കർത്താവിനല്ലാതെ വേറെ ആർക്കും നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ല. You know, even though He's given me a message, honestly, I don't know how to present it to you. And so, like I sang that song, I was just pleading with the Holy Spirit, I need your fellowship. I need your presence. Without you, we cannot do this, Lord. I was just inviting the Holy Spirit to come here so that you can all understand what God is trying to speak to you. എന്റെ മെസ്സേജ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങിയത് വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. The Holy Spirit started speaking to me in a very interesting way. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു ഡോക്ടർ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ഐഡിയൽ ഏജ് ഫോർ എ വിമൻ ടു ഗെറ്റ് ഇംപ്രെഗ്നേറ്റഡ് അതൊരു 35 താഴെയാണ്. 35 ശേഷം ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി വരും എന്ന് പറഞ്ഞ് ടെക്നിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടറിന്റെ ടോക്കാണ് ഞാൻ കേട്ടോണ്ടിരുന്നത്. You know, when I got this message, I was actually scrolling Instagram and reading, like listening to a very technical, medically sound advice about the ideal age for a woman to get pregnant, which is below the age of 35. Otherwise, she will have all these risks of children with genetic abnormalities. ആൻഡ് അവര് വളരെ ആധികാരികമായിട്ട് സർവേകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് 35 വയസ്സിനകം ഫാമിലി പ്ലാനിങ് ക്ലോസ് ചെയ്യണം എന്ന് വളരെ ശക്തമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത്. And in that video, they have all the scientific evidence. With evidence, they are establishing that family planning should end at the age of 35. ആ വീഡിയോ അതിന്റെ മിഡ് എത്തിയപ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് അതൊന്ന് പോസ് ചെയ്യിപ്പിച്ചിട്ട് എന്റെ നാവിലൂടെ കർത്താവ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. You know, halfway through the video, the Holy Spirit prompted me to stop it, and then God started speaking through my tongue. ഞാനിത് സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ അതിശയകരമാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരികയാണ്. And then amazingly, certain things started opening up before me. അപ്പൊ മെസ്സേജിനകത്ത് കയറുന്നതിന് മുമ്പേ എനിക്ക് തരാനുള്ളൊരു ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ നാവിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ളത്, അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കാര്യം, വാക്കുകളിലൂടെ ചില അധികാരങ്ങളുടെ പദവികളിലേക്ക് നിങ്ങളെ ദൈവം മാറ്റിയെടുക്കും. Amen. God wants to transform each of you through the power of your spoken word. If God gives you a thought, speak it out, decree it, and God will move based on the power of that decree. നീ ഭയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്റെ ദൈവത്താൽ ഞാൻ ശക്തനാകുന്നു, കർത്താവിനാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ ചില ശക്തിയും ബലവും നിന്റെ അകത്തേക്ക് കയറുന്ന നീ അറിയും. Amen. Hallelujah. Even when you are shaking in fear, be sure to decree the word of the Lord. By my God, I can run through a troop. With God by my side, I can leap over a wall. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. ദൈവത്തിന്റെ ആത്മാവ്, വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ആത്മാവ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നാൽ ഞാൻ അത് അവിടെ പറഞ്ഞങ്ങ് സ്ഥാപിക്കുകയാണ് അതിനകത്ത്. You know, this is not just mere words. This is written in the word. And when you decree it in that situation, it is being established. ഈ ചില വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരാൻ ദൂതന്മാർ കാത്തിരിക്കുകയാണ്. ആജ്ഞ കിട്ടിയ സൈന്യം ഇറങ്ങി പുറപ്പെട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. You know, some angels, some of them are waiting for certain words to be decreed from us to come out, to emerge as an army and to establish a new order. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും നാവിൽ തന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് കർത്താവ് നിന്നോട് സംസാരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അതിനെ ഹോൾഡ് ചെയ്യല്ലേ, ആരുണ്ടെന്ന് നോക്കല്ലേ, ഏതാ അവസ്ഥയെന്ന് നോക്കല്ലേ, മുമ്പിൽ തോക്ക് ചൂണ്ടിയവനാണെങ്കിൽ പോലും അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തരുന്നതിനെ ഡിക്രി ചെയ്യാനുള്ള കൃപയും ബലവും ചോദിച്ചോണം. Amen. So I pray if the Holy Spirit prompts you to say something, don't care who is standing there, even if you are at gunpoint, speak it with authority and God will do the rest.
വെളിപ്പാട് 21-ാമത്തെ അധ്യായം നോക്കുമ്പോൾ അതിനകത്തൊരു ലിസ്റ്റ് ഓഫ് ആളുകളെ കാണാൻ പറ്റും. എങ്ങനെയുള്ള ആളുകളാണ് സ്വർഗരാജ്യത്തിന് അവകാശികളാകത്തില്ലെന്നുള്ളതും രണ്ടാമത്തെ തീക്ക് ഇരയായി തീരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന പേര് ഭീരുക്കളുടേതാണ്. You know, when there is a list in Revelation about those who will not enter the kingdom of God, the first one in that list is those who are living in fear, cowards. അപ്പം ദൈവം തരുന്ന വാക്കുകളെ പേടി ഓർത്തിട്ട് ദയവ് ചെയ്ത് മാറ്റി വെക്കല്ലേ. അത് എനിക്ക് അവിടെ മാത്രമല്ല നഷ്ടമാകാൻ പോകുന്നത്, അതെന്റെ നിത്യജീവനിലൂടെ എനിക്ക് നഷ്ടം വരുത്തുന്ന കാര്യമാണ്. Amen. So if God gives you a word and you hold it back, you're not just temporarily losing in that situation, you may even lose your eternity with Christ. ദൈവം ഭീരുക്കളെയാണ് വിളിച്ചതെങ്കിലും ധൈര്യമുള്ളവരാക്കി തീർത്തിട്ടാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറക്കുന്നത്. Amen. Many times he called us while we were cowards, but he expects there is a transformation that happens as we trust in him. ദാവീദിന്റെ അടുക്കലേക്ക് വന്നവർ തോറ്റവരായിരുന്നു, പക്ഷെ അവര് വിത്തിൻ ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രാപിച്ച് അവർ യോദ്ധാക്കളായി തീർന്നെന്നാണ് പിന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. Amen. Like David's army, we read that who were rejected, despised, all these outcasts came to David, but they were transformed and later they became mighty men of war. അഭിഷേകം അധികാരത്തെ തരുന്നതാണ്, അത് ചില പദവികളെ തരുന്നതാണ്, അത് ബലഹീനതകളെ നീക്കിക്കളയുന്നതാണ്. അഭിഷേകം അവകാശമാക്കിയിട്ടുള്ളവൻ രാജാവിനെ പോലെ തന്നെ നിൽക്കണം. Amen. The anointing will transform us. Can you go slower there? Break it up. സോറി. അഭിഷേകം അധികാരത്തെ തരുന്നതാണ്. അത് anointing imparts authority and it will strengthen those who are weak. അങ്ങനെയുള്ളവര് ഭീരുക്കളായിട്ടും സ്ലേവ് ആയിട്ടും നിൽക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, രാജാവിനെ പോലെ എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കാൻ ദൈവം And വിളിക്കുന്നത്. the anointed ones are not meant to be cowards and slaves, but we are called to arise as kings with authority. അഭിഷേകം വേണേ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, അഭിഷേകത്തെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുവാനും കീപ്പ് ചെയ്യേണ്ടതുപോലെ കീപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കണം. Amen. It's not just about saying, Lord, anoint me, please anoint me. It's about you have to learn how to sustain the anointing and guard the anointing so you can arise in authority. Okay, coming back to what I was encountering with the Holy Spirit, അവിടെ നിന്ന് പറയാൻ തുടങ്ങിയത്, ഈ സ്ത്രീ ഇന്ന് ഇവിടെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും 35 വയസ്സല്ല 100-ാമത്തെ വയസ്സിൽ അപ്പച്ചനും അമ്മച്ചിയും കൂടി ഒരു കൊച്ചിനെ ഉണ്ടാക്കി അത് അസാധാരണമായിട്ടുള്ള ഒരു നിലയിലേക്ക് മിറക്കിളായി തീർന്ന കഥ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് തുടങ്ങാൻ തുടങ്ങി. So, coming back to the message he gave me, no matter what that lady doctor was saying, God told me there is a woman in the Bible who in her 90s conceived and brought out a child. 35 എന്ന് പറഞ്ഞാൽ അത് 100% മാത്രമല്ല, അത് അങ്ങ് എക്സ്പൊണൻഷ്യലി വേറൊരു ലെവലിൽ പോയി നിന്ന് അതും എല്ലാ പതിവുകളും നിന്നുപോയ ഒരു സ്ത്രീക്കാണ് പുത്രൻ അവിടെ ലഭിക്കുന്നത്. At least beyond 35, there are some hormonal mechanisms that's still alive in a woman at 36 and 37. But I'm talking about a woman for whom all her cycles and her biology, even there was no hope at 90. അതുകൊണ്ട് തന്നെ ആ സാറ് വാഗ്ദത്തം കേട്ടപ്പോൾ അവിടെ നിന്ന് ഒളിങ്ങി നിന്ന് മനസ്സിൽ ചിരിച്ചു പോയത്. And that is why Sarah laughed when she heard the word of the Lord that she will conceive in her 90s. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ, ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിൽ, അത് മനുഷ്യർ പറയുന്നത് പോലെ അപാകതകളുള്ള കാര്യങ്ങളല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും. Amen. And what God is saying is, if I am the one who said I will bless you, I will not give you an imperfect gift with flaws, but I will give you something that is perfect and good. കർത്താവ് പറഞ്ഞത് വാഗ്ദത്തങ്ങളെ പറ്റിയിട്ട് പറയുന്ന കാര്യമാണ്. അതിപ്പം കൺസീവ് ആകുന്നതും പുത്രനെയും ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ആ ഒരു എക്സാമ്പിൾ ആണ് ത്രൂ ഔട്ട് എന്നെ ആ ബൈബിളിനകത്തുള്ള ലീനേജിലൂടെ കയറ്റിക്കൊണ്ട് പോയെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, കാത്തിരിക്കുന്നവന്റെ മേൽ ഞാൻ ശുഭഭാവി വരുത്തും. അത് ഞാൻ പറഞ്ഞത് നിവർത്തിക്കുവാൻ ഞാൻ ശക്തനായതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറഞ്ഞത്. Amen. Even though I'm talking about a physical conception and bearing sons and daughters, I'm telling you, this applies to all of you who are waiting. In the waiting, there is a deliverance that will come from the Lord. You will receive from the Lord. കർത്താവ് എന്നോട് പറഞ്ഞു, അബ്രഹാമും സാറയ്ക്കും വളരെ ലേറ്റ് ആയിട്ട് അവരോട് ദൈവം വാഗ്ദത്തം പറഞ്ഞ സന്തതിയെ ദൈവം അവർക്ക് കൊടുത്തു. വാഗ്ദത്തം 1-ന്റെ പൂർത്തീകരണം. And for Abraham and Sarah, they waited patiently. And at the time of fulfillment, their promise was fulfilled in their life.
രണ്ടാമത് പുത്രനായ ഇസഹാക്കിന്റെ ലൈഫിലും ഇതേപോലൊരു കാത്തിരിപ്പിനെ കാണാൻ സാധിക്കും. പക്ഷേ അപ്പനായ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു, ഞാൻ നിന്നെ അനേകം ജാതികളുടെ പിതാവാക്കി തീർക്കും. ഒറ്റ മോന്റെ പിതാവാക്കുമെന്നല്ല പറഞ്ഞേ, ജാതികളുടെ പിതാവാക്കുമെന്നാണ്. Amen. But when it came to Isaac, also there was a similar period of waiting, right? But also remember that what God told Abraham is, I will make you the father of many nations, even though he had only one child. ദൈവം ഇസഹാക്കിനെ കൊടുത്തപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇസഹാക്കിനെ കൊടുത്തു. അതേപോലെ തന്നെ ഇസഹാക്കിന്റെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം ഇസഹാക്കിന് 2 പുത്രന്മാർ അവിടെ ലഭിക്കുന്നത് കാണാൻ പറ്റും. And God gave a perfect son to Abraham. And after Isaac's waiting period, he too was blessed with 2 sons. ആൻഡ് എബ്രഹാമിന്റെ കാലത്ത് വാഗ്ദത്ത സന്തതിയായ ഐസക്കിനെ മാത്രം നോക്കണ്ട, ഇഷ്മായേലിനെയും ദാസിയുടെ പുത്രനായ ഇഷ്മായേലും വേറൊരു ജാതിയായി തീർന്നു അവിടെ. And if you think about Abraham, aside from his promised son Isaac, he also had a son through the slave Ishmael, who also became the father of a nation. അവിടെ നിന്ന് ഇസഹാക്കിനുണ്ടായ 2 പുത്രന്മാരിൽ യാക്കോബിനെ നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, യാക്കോബിനും പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഭാര്യയിൽ 10 പുത്രന്മാരും 1 പുത്രിയും ലഭിച്ചു. വേറൊരിടത്ത് പിന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിനെ കാണാൻ സാധിച്ചു. You know, in Jacob's life now, the second son of Isaac, we see that there was a waiting, right? Even though through the first wife he had 10 sons, there was still a waiting through his favored wife. അവിടെ വെയിറ്റ് ചെയ്തതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു കാഴ്ച എന്താന്ന് വെച്ചാല്, വെയിറ്റ് ചെയ്ത് കിട്ടിയത് യോസഫിനെയാണ്. യോസഫിനെ കിട്ടിയ ആ യോസഫിലൂടെ തന്നെയാണ് ഫുൾ കുടുംബം രക്ഷയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫുൾ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നത്. Amen. And it's this child that they waited for, Joseph, the son of Rachel. It is through him that God blessed him, and the whole family escaped a severe famine. എനിക്ക് അതിൽ എന്നെ കാണിച്ചെന്ന് അടുത്തൊരു ഡയമെൻഷൻ എന്താന്ന് വെച്ചാൽ, ചില പേർപ്പസ് ഉള്ളത് വരാനായിട്ട് വേണ്ടി ഒരു ഇച്ചിരി താമസം വരും, ഇച്ചിരി ഒരുക്കം വരും. അങ്ങനെയുള്ളത് ഒരുങ്ങി നിന്ന് കാത്തിരുന്നെടുക്കുന്ന വാഗ്ദത്തങ്ങൾക്കുള്ള പേർപ്പസ് ഇച്ചിരി വലിയ പേർപ്പസ് ആണ്. You know, and what God is telling me through these examples is, sometimes there is a waiting for the purpose, for that purpose of God to be birthed and to manifest in our lives. യോസഫ് എന്ന് പറയുന്ന പുത്രനിലൂടെ അവിടെ ഒരു 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 കുടുംബം മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഒരു രാജ്യം മുഴുവൻ, അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ആ കഴിഞ്ഞ ഒരു ക്ഷാമകാലം മുഴുവൻ അവര് നന്നായിട്ട് പോവാൻ ദൈവത്തിന്റെ കൃപ ജോസഫിലൂടെയാണ് അത് അവരിലേക്ക് എത്തിച്ചു ചേർക്കുന്നത്. You know, the grace of God reached this family of Jacob through Joseph. It was through them that they could overcome and survive that severe famine. അവിടെ നിന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഓക്കെ, ബാക്കി എല്ലാ പോർഷൻസും ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നിന്നെ ഹന്നയുടെ അടുത്ത് കൊണ്ടുപോകാൻ പോവാ. And then the Holy Spirit fast forwarded and took me to the life of Hannah. ഹന്ന എന്ന് പറയുന്ന ആൾ ഒരു അസാധാരണ സ്ത്രീയായിരുന്നു. You know, she was an extraordinary woman. കാര്യം, കൂടെ നിൽക്കുന്ന ഭർത്താവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് 2 പേരെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. കൂടെ നിൽക്കുന്ന പ്രതിയോഗി വന്ന് നിന്ന് നന്നായിട്ട് കഷ്ടപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. We see she has an adversary, right, who stands there, her sister wife Peninnah, who keeps taunting her at all times. അതും എല്ലാ പ്രാവശ്യവും വർഷത്തിൽ ഒരിക്കലായി നടക്കുന്ന യാഗത്തിൽ ചെല്ലുമ്പോൾ എക്സ്ട്രാ പോർഷൻ കിട്ടുന്ന ഹന്ന അവിടെ നിന്ന് അപ്പോഴും കണ്ണുനീരോടെയാണ് അത് മേടിക്കുന്നത്, സന്തോഷത്തോടെയല്ല അത് ഏറ്റുവാങ്ങുന്നത്. ബിക്കോസ് അതിനു മുൻപായിട്ട് പെനിന വന്ന് നിന്ന് പറയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കേൾക്കേണ്ടത് മുഴുവൻ കേട്ട് കഴിഞ്ഞു. ഇനി ഹൃദയം തരിപ്പണമാകാൻ പീസസായി കിടക്കുകയാണ്. ഇനിയിപ്പോ ഒന്നുമില്ല തകർന്നു പോകാൻ. അതുപോലെ കണ്ണുനീരോടെ ആയിരിക്കും യാഗത്തിന്റെ അംശം ഹന്ന ആ സമയങ്ങളിൽ എടുക്കുന്നത്. Amen. You know, even though she used to get a double portion from her husband Elkanah, she couldn't enjoy it because by then her adversary Peninnah would come and taunt her so much and make so much fun of her that she was broken and fully in tears. ഇത് പറയുമ്പോൾ എനിക്കറിയാം, ഇതിനകത്ത് തകർന്ന് തരിപ്പണമായിട്ട് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ഇനി വാഗ്ദത്തം ഉണ്ടാകുമോ എന്ന് അറിയാൻ വയ്യാത്ത നിലയിൽ തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്നുള്ളത്. I know there are some individuals here who are so shattered that you're wondering, will this promise ever come to fruition? ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, വാഗ്ദത്തം ദൈവമാണോ പറഞ്ഞത്, ചെയ്യുവാൻ ശക്തനായവനാ പറഞ്ഞിരിക്കുന്നത്. Amen. I want to remind you, if the promise came from the Lord, remember he is mighty to fulfill it.
ഈ ടിനു പാസ്റ്റർ സ്ഥിരമായിട്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പട്ടി പ്രസവിക്കുന്ന പോലല്ല ആന പ്രസവിക്കുന്നത്. You know, I'm using an example of Pastor Tinu. He always says the way a dog gives birth is not how an elephant gives birth. പാസ്റ്റർ പറയുന്ന സ്ഥിരം ഒരു കഥ ഇതാണ്, പട്ടിയും ആനയും ഒരുപോലെ ഒരേ സമയത്ത് പ്രഗ്നന്റ് ആയി. And he always explains how one dog and one elephant got pregnant at the same time. ആന ഗർഭം ധരിച്ചാൽ 1.5 വർഷത്തിലധികം എടുക്കും അതൊന്ന് ഡെലിവറി നടത്താനായിട്ട് വേണ്ടി. And if an elephant conceives, it'll take more than like at least a year and a half for that delivery to happen. പട്ടി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ 6 മാസവും അതിൽ 8 പട്ടിക്കുഞ്ഞിനെങ്കിലും പ്രസവിച്ച് പുറത്തിടും. But as far as a dog, every 6 months it can give birth to puppies. ആനയുടെ വലിപ്പമല്ല പട്ടിക്കുള്ളത്. You know, the size of the elephant is not the same as the size of a dog. ആനയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും പട്ടിക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റത്തില്ല. What the elephant can do, the dog can never do. ആന ഓടി വന്നാൽ വടിയെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആന നിക്കത്തില്ല, ചവിട്ടി തീർത്തിട്ടങ്ങ് പോകും. പട്ടിയെ കണ്ട വടിയെടുത്ത് കഴിഞ്ഞാൽ അവൻ തിരിച്ചോടിക്കോളും. You know, if you raise a stick at an elephant, the elephant will still just walk all over you and break that stick, but a dog can be easily chased away with a stick. ഈ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ചിലത് ഡെലിവറി നടക്കാനായിട്ട് വേണ്ടി. So there is a lot of differences, right, in how this delivery happens in these two animals. നിങ്ങൾ എങ്ങനെ ആ വാഗ്ദത്തത്തെ കൺസീവ് ചെയ്തു, അത് എപ്പം ഡെലിവർ ആകും എന്നുള്ളത് ആ വാഗ്ദത്തത്തിന്റെ വലിപ്പം പോലിരിക്കും. You know, the way you and when you're going to deliver your promise depends on the size of the promise that is conceived and hidden in you. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചിന്തിക്കല്ലേ കുഞ്ഞെന്തെങ്കിലും കാര്യം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. നീ അത് റിസീവ് ചെയ്ത പോയിന്റ് തൊട്ട് ആത്മതലത്തിൽ പലതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചില ഡിലേ അതിനകത്ത് നടക്കുന്നത്. Amen. Let me tell you, if you have received a word from the Lord and you are waiting, the delay in the life is based on the size and the how big that promise is that you're going to deliver. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ മനുഷ്യൻ അതിനെ എങ്ങനൊക്കെ എത്ര വലിയ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലും അത് കണ്ട ഇത് അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറ്റിക്കളയും. Some of the promises that we are going to receive is based on, you know, man cannot reject it. They will give glory to God when the delivery happens. ഈ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, വിശ്വാസത്തെ ഏറ്റെടുക്കുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അതില് എനിക്ക് ദൈവം തന്നൊരു എക്സാമ്പിൾ ഒരു പാസ്റ്ററിന്റെ സാക്ഷ്യമായിരുന്നു. You know, first we talked about the power of words and why we need to decree something God has spoken to you. And I want to use an example of a pastor. പാസ്റ്റർ തന്റെ ലൈഫിൽ നടന്നൊരു അനുഭവത്തെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിനെ പറ്റിയിട്ട്. I saw a short video of his life experience. എന്നോട് ആ പാസ്റ്റർ ആരാന്ന് പോലും ചോദിക്കല്ലേ, എങ്ങനെയോ ഞാൻ ലെഡ് ബൈ സ്പിരിറ്റ് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുമില്ല. And don't ask me who that pastor is. Somehow by chance I saw it and I don't know how to retrieve it either. അതില് പറഞ്ഞിരിക്കുന്ന കാര്യം, 2 പുത്രന്മാർ പാസ്റ്ററിനുണ്ട്. മൂത്ത പുത്രൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇളയവൻ മരിച്ചുപോയി, അവനെ ഇപ്പം മോർഗിൽ കയറ്റിയിട്ടുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീങ്ങാം എന്നുള്ളത്. So this pastor had 2 sons. The older one called the pastor in the morning and said, listen, the younger one is dead. If you come now, we can do all the formalities because he's going to be placed in the morgue. ആദ്യം ആളെ അത്രയ്ക്കതൊന്നും സ്ട്രൈക്ക് ചെയ്തില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, വണ്ടി എടുത്ത് അവർ ഓടിക്കാൻ തുടങ്ങി. So it didn't sink, the news didn't sink too deeply, so he sat and prayed with his wife before taking the car to drive. പക്ഷെ നമ്മളൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചനയിലേക്ക് മുഴങ്ങുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും പ്രശ്നങ്ങളുടെ അഗാധ ഡെപ്ത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. But oftentimes when we are in shock, we don't realize how deep that news is, right? Because it's only when we sit alone and we meditate on some news, we realize the hopelessness of the situation. ആ വണ്ടിയിൽ ഇരുന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്റെ ഇളയ പുത്രൻ മരിച്ചുപോയി. വല്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു സോറോ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി, സിങ്ക് ചെയ്യാൻ തുടങ്ങി, താങ്ങാൻ പറ്റാത്ത വേദനയിലേക്ക് അദ്ദേഹം മാറാൻ തുടങ്ങി. So while he was driving is when the news really sunk in and a deep sorrow entered his heart. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഇൻസിഡന്റ് കയറി വന്നു.
ഒന്നിലധികം പേർ അഭിഷേകം പ്രാപിച്ചവർ ഈ ഇളയ പുത്രനെ നോക്കിയിട്ട് പറഞ്ഞു, മൂത്തവനേക്കാളും മുൻപേ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തിരിയുന്നതും ദൈവത്തെ അറിയാൻ പോകുന്നതും ഈ രണ്ടാമത്തെ പുത്രനാണെന്നുള്ളത്. And he remembered many words that people had spoken over the younger one's life, that he will be greater than the older and the anointing will make him more famous and God will use him. അപ്പോ അദ്ദേഹം പെട്ടെന്ന് ഒരു മിനിറ്റ് അവിടെ നിന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അത് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. വാഗ്ദത്തം നിവൃത്തിയാകാതെ പോകുന്ന ഒരു പരിപാടിയില്ല. ആ വാഗ്ദത്തം ഇപ്പോഴും അലൈവ് ആണെങ്കിൽ എന്റെ പുത്രനും അതേപോലെ തന്നെ പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട്. And then he remembered, he asked the Lord, Lord, if there is a promise like that he will become more famous than the older son, how can your promises not be fulfilled? How can he be taken away from the world before that? ഇതങ്ങോട്ട് സിങ്ക് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര ആരാധനയും വർഷിപ്പും ഒക്കെ കയറി വന്ന ഒരു ജോയുടെ സിറ്റുവേഷൻ അകത്തേക്ക് ആള് കയറാൻ തുടങ്ങി. And so when this truth entered his heart, that until God's promise is fulfilled, his life will not be removed, he started worshiping the Lord with great joy. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത പുത്രൻ എന്നിട്ട് പറഞ്ഞു, ഇത് എങ്ങനെ നടന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളെ വിളിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് ആള് മരിച്ചു പോയതാ. 4 മണിക്കൂർ മുൻപ് തന്നെ ഞങ്ങള് മോർഗിൽ കയറ്റിയ മകനാണ്, മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതാണ്, മോർച്ചറി കിടന്നവനാണ്. പക്ഷേ കുറെ സമയം മുമ്പേ ആൾ എഴുന്നേറ്റു, ജീവനോടെ നിൽക്കുന്നു, അതുകൊണ്ട് ഇപ്പൊ അവൻ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. Amen. And by the time he reached the hospital, the older son said, I have no idea how this has happened. Actually, he died even 4 hours before I got here, and his body was placed in the morgue, but yet here he is resurrected. Amen. അദ്ദേഹം സമയത്തെ പറ്റി ചോദിച്ചു, ഏത് സമയത്താണ് എഴുന്നേറ്റെന്നുള്ളതൊക്കെ കൂടി ചോദിച്ചു. മനസ്സിലായ ഒരു കാര്യമുണ്ട്, വാഗ്ദത്തത്തെ ഞാൻ എപ്പം റിവൈവ് ചെയ്യാൻ തുടങ്ങിയോ, വാഗ്ദത്തത്തെ ഞാൻ എപ്പം പിടിക്കാൻ തുടങ്ങിയോ, അപ്പോഴാണ് മകനിലേക്ക് ജീവൻ മടങ്ങി വന്നിരിക്കുന്നത്. You know, when they exchanged the timestamps of the events, one thing they realized is when he started believing that promises of the Lord will be fulfilled, that is when life started entering that boy. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് ചെയ്യാൻ ശക്തനായവനായതുകൊണ്ട് തന്നെയാണ് അത് വാക്കുകളാൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിത്തീർന്നത്. You know, it is because our God is able to do what he said in your life. That is why as words it is entering your heart. ഈവൻ നൗ ഞാൻ എന്റെ അമ്മയെ കാണുമ്പോൾ ഞാൻ പറയും, കർത്താവേ, വാഗ്ദത്തം ഇതുവരെയും കംപ്ലീറ്റ് ആയില്ല, ഈ രോഗം എന്റെ അമ്മയെ പിടിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. Even now when I look at my mother, I say, Lord, your promise has not been fulfilled, so this disease cannot control her. എന്റെ അമ്മയ്ക്ക് ഇപ്പം 65 വയസ്സിൽ അധികമുണ്ട്. ആള് ഇപ്പോഴും ചില അസ്വസ്ഥതകളിലേക്ക് കയറുമ്പം ഞാൻ ആദ്യം പറയുന്ന വാക്ക് ഇതാണ്, കർത്താവേ, വാഗ്ദത്തം ഇതുവരെയും കിടക്കുകയാണ് കർത്താവേ, ഇതുവരെയും പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല, ഇത് പിടിക്കത്തില്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുള്ളത്. Amen. Even though she's crossing 65, I say, when I see her having difficulties because of her diagnosis, I say, Lord, the word of the Lord has not yet been fulfilled and this disease will not prevail. ആള് പാരലൈസ് ആയി അന്ന് ഞാൻ അവിടെ നിന്ന് പറയും, വാഗ്ദത്തം നിവൃത്തിയായിട്ടില്ല കർത്താവേ. 3-ാമത്തെ ദിവസം കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ട് ആള് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്നു. There was a time a temporary paralysis set in on her, and I prayed, and at that point, on the 3rd day, she was healed from that paralysis. ഷുഗറിന്റെ ലെവല് 545 എത്തി. ആൾ എങ്ങനെ എപ്പോഴും ജീവനോടെ നിൽക്കുന്നതെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകാത്ത അവസ്ഥയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, വാഗ്ദത്തം പൂർത്തീകരണമായിട്ടില്ല, പ്രാണനെ നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്നുള്ളത്. There was a time her blood sugar level went up to 540, and even now doctors don't know how she's still alive. But even then, what I said was, Lord, your promise is not yet fulfilled, and so she was healed. ചില സമയത്ത് ഞാൻ തന്നെ ഡിസ്കറേജ്ഡ് ആയിട്ട് കർത്താവിന്റെ സന്നിധി കരയുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ അമ്മ മൂവ് ചെയ്യുന്നത് കാണും, അതിലെ കൂടി നടന്നു പോകുന്നത് ഞാൻ കാണും. കർത്താവ് പറയാം, നടന്നു പോകുന്നത് എന്താണെന്നറിയാവോ, മോശയുടെ മുമ്പിൽ ഇറക്കിയ മേഘസ്തംഭം പോലെ നിന്റെ മുമ്പിൽ ഇറക്കിയിരിക്കുന്ന പ്രോമിസിന്റെ ചില വാക്കുകൾ നടത്താൻ ഞാൻ വിശ്വസന ഉറച്ചു നിന്നോളാൻ. Amen. Sometimes when I get discouraged to even pray, I see my mom walking, and then God says, that is like the pillar of cloud that Moses saw. It is a sign that my presence is there. എന്റെ ദൈവം ഇല്ലെങ്കിൽ, എന്റെ കർത്താവിന്റെ വാഗ്ദത്തം അവിടെ ഇപ്പോഴും ജീവനോടില്ലായിരുന്നെങ്കിൽ എന്നേ എന്റെ അമ്മ പ്രാണൻ വിട്ടു പോയതിനെ വരുന്നെന്ന് എനിക്കറിയാം. I know that if it was not his promise and that promise that he gave me about my mother, she should have been dead long ago. കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കർത്താവിന് അറിയാം അത് നിവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. Amen. ചില Amen. പേർപ്പസിനായിട്ടാണ് കർത്താവ് ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. Amen. If God has given you a promise, it is for its fruition. There is a specific purpose. Until that purpose is fulfilled, you will see the deliverance. ഹന്ന കരങ്ങി നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അവന് വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. ഒരുപാട് കാത്തിരുന്നതിന് ശേഷമാണ് ഒരു വാഗ്ദത്ത സന്തതി ലഭിക്കുന്നത്. As far as Hannah, she had to wait for a long time before she received her child of promise. അവിടെ നിന്ന് കിട്ടിയ പുത്രനുണ്ടല്ലോ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വേർതിരിക്കപ്പെട്ടത്. അവൻ ആ ജനത്തിന് ന്യായാധിപതിയായിരുന്നു, അവൻ ആ ജനത്തിന് പുരോഹിതനായിരുന്നു, അവനാൽ 2 രാജാക്കന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടു, അവനാൽ പുരോഹിതന്മാർ പുറത്തു വന്നു. Amen. You know, the boy that she received in answer to her prayers, boy Samuel, he became a priest. He became the one who anointed 2 kings of Israel, and through him priests were birthed and kings were established. അപ്പം കാത്തിരുന്നാൽ ഒരിക്കലും വിചാരിക്കില്ലേ കുഞ്ഞതെന്തെങ്കിലും ആണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ചിലത് ഇച്ചിരി വലിയ രീതിയിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചിലതിന് കാലതാമസം വരുന്നത്. You know, so those of you who are waiting, let me remind you, the delay is because of the size of your blessing, the size of your promise that you are going to conceive and give birth. കർത്താവ് എന്നെ അവിടുന്ന് ഒറ്റയടിക്ക് പുതിയ നിയമത്തിലേക്ക് കൊണ്ടു നിർത്തി. And then the Lord fast forwarded me right into the New Testament. കർത്താവ് പറഞ്ഞു, പുരോഹിതനായ സെക്കരിയായും ഭാര്യയും ഒന്ന് നോക്കിക്കേ, ഒരുപാട് കാലമായി അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക ഒരു പുത്രന് വേണ്ടിയിട്ട്. Amen. And he pointed to me the life of Zachariah and his wife Elizabeth. അവിടെ അവർക്ക് ലഭിച്ചത് യോഹന്നാൻ എന്നൊരു സ്നാപകനെയാണ്. After their long period of waiting, they received John the Baptist. അവർക്ക് കിട്ടിയ പുത്രനുണ്ടല്ലോ, ചെറിയ കാര്യത്തിന് വന്നതല്ല, ലോകരക്ഷിതാവിന് വേണ്ടിയിട്ട് വഴിയൊരുക്കാൻ വന്ന ഒരാളാണ്. You know, and he was not born for any simple purpose. He was born to make way for the Messiah, the Savior of this world. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, മുറുകെ പിടിച്ചു തുടങ്ങിക്കോ, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ മുൻപിൽ വഴി തുറക്കും. You know, if God has given you a word, be assured that he is going to miraculously make a way for you. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ എല്ലാം കംപ്ലീറ്റ്ലി റിവീൽഡ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഉറപ്പും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരാളാണെന്നുള്ളത്. And let me tell you one thing, don't assume about me that I have clarity about every detail of my life. എനിക്ക് ഒരു എൻഡ് പോയിന്റ് അറിയാം, ഇപ്പോഴും എനിക്കറിയത്തില്ല ഇതിന്റെ മുൻപിലേക്ക് തുറക്കാൻ പോകുന്ന വഴിയും വാതിലും ഏതാന്നുള്ളത്. Amen. One thing I know the end point, but I don't know how, which door, when, how I'm going to get there. എന്നോട് കർത്താവ് ഒരു സന്തതിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, കുഞ്ഞിന്റെ പേര് തന്നിട്ടുണ്ട്, കുഞ്ഞ് ആരാന്ന് എനിക്ക് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്, ഏത് ജെൻഡർ ആന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, വാഗ്ദത്തെ വളരെ എലാബറേറ്റഡ് ആയിട്ട് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. You know, God has shown me about my future child, showed me the gender, given me the name of the child. കർത്താവ് ഈ 35 വയസ്സിന് ശേഷം, കർത്താവ് 35 വയസ്സിന് ശേഷമാണെങ്കിലും കർത്താവ് കാണിച്ചിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റിനെയാണ്. And even if it crosses the age 35, I know God has shown me a perfect child, a perfect gift. ഇന്നിപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരാളാണ്. If you ask me what my next step should be, I really have no idea. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. But one thing I know. എന്നോട് പറഞ്ഞത് കർത്താവാ, എന്റെ കർത്താവിന് അറിയാൻ വഴി തുറക്കാൻ. The one who told me is my God, and he knows how to open the way. ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ഒരുവന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ, ചില പദ്ധതികൾ ദൈവം എന്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ്ലി നമുക്ക് നടക്കാൻ പറ്റുന്നത്. Amen. But one thing I can tell you, that which no eye has seen, no ear has heard, that has not been conceived in any human mind, that perfect and beautiful gift is what is awaiting each of us. ചില സമയത്ത് ചില വാഗ്ദത്തങ്ങൾ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് കർത്താവ് ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പം കർത്താവിനോട് പറഞ്ഞ് ചില സമയത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നിന്റെ മനസ്സിൽ കൂടെ ഇത് കടന്നുപോയോ, എന്നാ ഇതേ അല്ല ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. There are times I imagine certain things, maybe this is what, how, and this is what he's going to give me, and what God says in response is, oh, did it cross your mind? Then be assured it's going to be greater and better than what you imagined. നമുക്ക് വേണ്ടുന്ന ഒരു അല്പം വിശ്വാസവും ഉറപ്പും ധൈര്യവുമാണ്. What we need is a little bit of faith and boldness and confidence. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കും അതിലും അധികമായി ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. There is one more thing that the Lord made me think deeply about.
നമ്മൾ കൺസീവ് ആയ പോയിന്റ് തൊട്ട്, ഞാൻ എന്ന് പറയുന്ന ആള്, സാറ എന്ന് പറയുന്ന ആള് കൺസീവ് ആയ പോയിന്റ് തൊട്ട്, അവിടെ നിന്ന് ആ ട്യൂബിനകത്തൂടെയുള്ള യാത്ര തൊട്ട്, യൂട്രസിനകത്ത് കിടക്കുന്ന യാത്ര തൊട്ട്, ആ 9 മാസം ഉദരത്തിൽ കിടന്ന് വളർന്ന ആ സമയം തൊട്ട് ഈ നിമിഷം വരെ നടത്തിയതുണ്ടല്ലോ, ആലോചിച്ച് തുടങ്ങിയ അത്ഭുതം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല. Now let me also think about each of your life before you were a thought, before you were conceived in your mother's womb, from the time you were formed in your mother's womb and your birth, everything, all of this is just His grace that each of you are even standing. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു ഫ്രണ്ട് പ്രഗ്നന്റ് ആണ്. ഓരോ ദിവസം കടന്നു പോകുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പല വിഷയങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും, കർത്താവേ, പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് ഏറ്റവും സേഫ് എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്ന കാര്യം, പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കർത്താവേന്ന്. A good friend of mine is now pregnant, and as I'm traveling with her through all the complications, I used to think for a child to be in the mother's womb is very safe, but only now I'm realizing how complex and challenging and dangerous even that process is. പാസ്റ്റർ ജോൺ ജബറാജ് എഴുതിയ ഒരു പാട്ടുണ്ട്, എബനേസർ എന്ന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സ്പെസിഫിക് ലൈൻ ഉണ്ട്, ഒരു കരു പോലെ കാത്തീരെ നന്ദി എന്ന് പറഞ്ഞിട്ട്. That I'm reminded of a song that Pastor John Jebaraj wrote in Tamil, and it goes like this. Can you repeat it? ഒരു കരു പോലെ കാത്തീരെ നന്ദി, ഒരു എംബ്രിയോനെ പോലെ കാത്തുകൊണ്ടത് അങ്ങയുടെ വിധത്തിനായി നന്ദി എന്ന് പറയും. I thank you for how you protected me like how you protect an embryo. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആയിട്ട് ആ ഇത്തിരി പോകുന്ന ട്യൂബിനകത്ത് ഒരു അല്പം സ്റ്റക്ക് ആയിരുന്നെങ്കിൽ അതോടെ തീർന്നേനായിരുന്നു. When we were an embryo, if we got stuck in one of those tubes, our life would have ended. അവിടെ നിന്ന് ആ യൂട്രസിനകത്ത് പ്ലേസ് ആവേണ്ടതുപോലെ പ്ലേസ് ആയില്ലായിരുന്നെങ്കിൽ തീർന്നേനായിരുന്നു. And if we were not implanted on the uterine wall, our lives would have ended right there. അവിടെ നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ബ്ലഡ് സപ്ലൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ, കറക്റ്റ് വളർച്ച കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഒന്നും പോട്ടെ, എന്നെ ടെസ്റ്റ് ചെയ്യുന്ന അൾട്രാസൗണ്ട് മെഷീൻ പ്രോപ്പർലി വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ കാണത്തില്ലായിരുന്നു. If even the ultrasound machine with which they screened didn't work properly, some of us would have ended right there. Why I'm saying is this because ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തിന്റെ ലൈഫിനകത്ത് നടക്കുന്ന ചില കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. And the reason I'm saying that is as I walk with my friend who's going through this high-risk pregnancy, there are certain scenes that I'm seeing. അൾട്രാസൗണ്ട് മെഷീൻ ചില കാരണങ്ങൾ വർക്ക് ചെയ്യത്തില്ല. കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതി കൈ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അൾട്രാസൗണ്ടിന് പോയ സമയത്ത് പ്രാർത്ഥിച്ച് മുദ്രയിട്ട സമയത്ത് കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. There are times that she has been told the baby is dead because the machine didn't work properly. But after praying and they have sealed the baby, when they go back for a repeat ultrasound, they see a healthy baby. കാര്യം ആ കുഞ്ഞ് കൺസീവ് ആക്കുന്നത് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ്. Because that child was conceived because of a fulfillment of promise. ആ കുഞ്ഞ് ഒരു കരുവായിരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് അറിയാം അതൊരു ആൺകുഞ്ഞാന്നും ദൈവം അവന് ഇന്ന പേരാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. And even when he was an embryo, we knew he's a male child and this is the name God has given him. ദൈവത്തിന്റെ ആത്മാവിന് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലപ്പെട്ട് നിന്നോ, കയ്യിൽ അവൻ തരാൻ ശക്തനായവനാ. If God has given you a promise, He has given you the details, He is able to deliver that promise into your hands. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കഴിഞ്ഞ ദിവസം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് ദൈവം പറയുന്ന ചില വാക്കുകളാണ് ഇതെന്നുള്ളത്. And those of you who are waiting for babies, the Lord is speaking. പ്രാർത്ഥിക്കുക, കർത്താവെ വാഗ്ദത്തം എന്താന്ന് കാണിച്ചതാ കർത്താവെ, എന്നിട്ട് അതിലൊന്ന് പിടിച്ച് ഉറച്ചു നിന്ന് എഴുന്നേറ്റ് ഓടുവാനുള്ള കൃപത എന്നുള്ളത്. Pray for a grace. Lord, I want the details. I want to run towards this promise that you have for me. വാഗ്ദത്തം എന്ന് പറയുന്നത് നിനക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, നിനക്ക് ഓടാനുള്ള ബലം കൂടിയാ കർത്താവ് അതിലൂടെ തരുന്നത്. Promises are not just information. You also receive a power to run towards that fulfillment of the promise. ധൈര്യമില്ലേ, നാവെടുത്ത് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞത് ഇത് നടത്താൻ ദൈവം ശക്തനാന്നുള്ളത്. Be bold and decree the promises of the Lord to receive the power to keep moving forward. എന്റെ വിവാഹത്തിന്റെ സമയത്ത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞെടുത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ ആത്മാവിന്റെ കൃപയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവമാ പറഞ്ഞേ, കർത്താവ് ചെയ്യും. കർത്താവ് എന്നോട് പറഞ്ഞത് എന്റെ സാക്ഷ്യത്തെ ബാധിക്കുന്നത്, അതുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ ബാധിക്കുന്നതൊന്നും കർത്താവ് ചെയ്യത്തില്ല എന്നുള്ളത്.
Amen. Even when it came to my marriage, there was so much opposition, but I kept saying, the Lord who said it. It was based on those decrees that I saw the marriage plans being fulfilled. സത്യമായിട്ട് എനിക്ക് നിങ്ങളോട് എങ്ങനെ ഇത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. 4-3 വർഷങ്ങൾക്ക് മുൻപ് കണ്ട കാഴ്ചകൾ അതുപോലെ ദൈവം നിവർത്തീകരിച്ച് കാണിച്ചു തന്നു. You know, I don't know how to explain to you, but many of those visions God showed me 3 to 4 years before my marriage were fulfilled exactly to the dot, to the way He showed me. 3 വർഷം 4 വർഷം മുൻപ് കണ്ട സ്വപ്നങ്ങൾ ഓർത്തിരുന്ന് കാഴ്ചയിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പവർഫുൾ ആണ് നമ്മുടെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്നുള്ളത്. You know, think about how powerful the promises of God is concerning our life. If every detail of the dream we received years ago are fulfilled, how powerful are those promises? വാഗ്ദത്തങ്ങൾ വെറുതെ കേട്ടിട്ട് പോകലെ, വെറുതെ ഓർത്തിട്ട് പോകലെ, അതിനെ നിങ്ങൾ ചൂട് പിടിപ്പിച്ച് തുടങ്ങണം. And don't be people who merely hear the promises of God. Learn to incubate them and to sit on it and to brood over the promises of God. അത് നിങ്ങളുടെ വാഗ്ദത്തം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനും അത് ജീവനെ പകർന്നു തുടങ്ങും. And this promise is not just for your convenience or for you, but it is for your soul to be revived and renewed and strengthened. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്നാണ് ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്നത്. Like in Hebrews 11, we read about faith. Faith is that assurance, a substance of things we hope for, and evidence of things we cannot see. കാണാൻ പറ്റാത്ത കാര്യം, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യം ഉറപ്പിച്ചു നിന്നോ ദൈവമാണോ പറഞ്ഞ അപ്പൻ അത് ചെയ്തിരിക്കും. If God is the one who said it, the evidence of those things we cannot see, let's hold on to that reality of the things we hope for. God bless you all. God bless you all. Thank you. Thank you, Sarah. Hallelujah. Hallelujah. Lord, we thank you for this word and we surrender. I invite anyone who wants to pray a prayer of surrender in response to this message. This is your time to unmute and pray. As we heard, if God has given you a promise, open your mouth and pray. It is based on your prayer that these promises are going to be birthed. Like Paul prayed, like pray for each of us, Lord. Lord, teach us to travail in prayer until Christ is fully formed in us, Lord. Lord, at this time, we just want to bless Sarah. Thank you for every promise you have given her concerning her mother's healing, concerning the child she is going to bear, like you made a way for her marriage. We thank you that we will together as a family in Christ celebrate, Lord, the birth of this miracle child. We thank you for each person on this prayer line, Lord, who has received and heard the word of the Lord. Thank you that you are Waymaker. You will make a way no matter how difficult it is, especially for those of us who feel caught between a rock and a hard place. I thank you, Lord, that we will move forward. We will see the way, but teach us, Lord. Grant us that grace to sit on our promises and to incubate them, oh Lord. Lord, have mercy. Lord, have mercy. Lord, have mercy. I'll pause for anyone who wants to pray aloud. Lord, I just pray that you give us the confidence and the courage, oh God, and the belief to choose to decree your promises, God. We know that when these promises come to our minds and we think about them, the enemy will always bring questions and doubts and distractions and make us even forget those promises. Lord, we pray that the Holy Spirit will remind us, and we pray that we will have the confidence to decree and to declare them, because you said in your word, oh God, in Timothy, that God did not give us the spirit of timidity. God did not give us the spirit of fear, but he gave us the spirit of power, of love, and of sound mind. So God, we just pray that your spirit of power, your spirit of love, your spirit of sound mind will dominate our thoughts, oh God, so that we will have the courage, we will have the confidence. I know for myself, many times I just my mind just goes all over the place and forget about it and don't even want to declare it. So God, we pray that the Holy Spirit will minister to us deeply and that we will have the courage and the confidence to say, thus says the word of God. Amen. The word of God is what we will decree, and the word of God, because the heaven and earth were created by the word of God. So Father, help us, Abba Father, to have confidence in your word, to trust your word, to trust the written word, to trust the prophetic words, to trust the things that you've spoken to us in dreams and visions, oh God.
trust that you will help us, that you will bring those things to pass. God, I thank you for the confirmation of the word that came through Sister Sarah. Thank you. In fact, even this morning, Abba Father, you were helping me to trace the life of Hannah, to trace the life of Abraham, to How are trace you doing so far? the life of Hannah, knowing that she was born for that she travailed and she gave birth to Samuel at the right time for a purpose, and for the purpose of anointing King David, who became the great-great-grandfather of our Lord Jesus Christ. Father, there is a purpose for promises. There is a purpose for delay. There is a purpose for waiting, oh God. Father, I pray that you help us in the waiting, to wait patiently, to wait with confidence, to wait with faith, to wait believing that you will bring it to pass. Thank you, God. I pray that for each one of us, we will learn how to wait, God. Teach us how to wait. Show us how to wait patiently with confidence, with trust that you are a God who fulfills promises. We thank you, Father. We bless you. We ask for forgiveness where we have failed to trust you. Yes. Forgive us, God. Forgive us where we have doubted. Forgive us where we have forgotten totally about the promises. Lord, I pray that the Holy Spirit will give us that unction again to go into our journal, to read our journals, to see the things that we've written, to remember the things that you've given us, so that we'll become a prayer group that decrees and declares the promises that God has given us, God. Father, I pray sincerely, like Sarah said this morning, that she felt like this message was for this prayer group. So I'm praying that, God, we will come back with testimonies. We will come back reminding each other every day, decree the promises, decree the promises, decree the promises, and we will wait and wait and wait. And someday, whether it is tomorrow or 2 years or 20 years from now, we will come back. We will come back and say, see what God has done. See what the Lord has done. The Lord has been faithful to us, oh God. As we come in prayer, in years to come, we will say, see what the Lord has done. God has been faithful. We thank you, Abba. We bless you. Give us grace to persevere. Give us grace to persevere. Give us grace to persevere. Give us grace, oh God. Yes. Yes. Persevere, oh God. Hallelujah. Thank you. Hallelujah. Bless you. Yes, Lord. And we thank you, Lord. I remember when we started this prayer, we talked about the now. Martha had the right theology that Lazarus will be resurrected in the last day. Like many of us have our theology straight, but we lack faith for a now, for a suddenly intervention Yes. right now in the land of the living. And thank you for reminding us, Lord, through that message through Sarah, Lord, that right here in the land of the living, Lord, it doesn't matter our physical age, we will see fulfillment of the promise. Each of us are carrying promises and the grace to incubate those promises. That's the only thing you're asking us, to be bold, to be courageous, to decree that my God is healer, and we will see a victory over autism, over dementia, over neurological disorders, psychiatric disorders, schizophrenia can be trampled under our feet. We believe it, Lord. We thank you. We thank you that you're encouraging us to believe in the now, the faith to stand. Yes. Joyce, Lord, thank you, Lord. Faith shows the reality of what we hope for, and it is the evidence of things we cannot see. So we praise you. I pray that each of us, Lord, will have a solid, unshakable faith in you, that you are a God of the now, that Yes. even though you came on the fourth day, you were able to raise up Lazarus, Lord. As we heard that testimony of that pastor, when he started worshiping you, life entered his dead son's life, Yes. because there were promises yet to be fulfilled through that younger son. And we thank you for Joshua, that he too will live to declare the word of the Lord in the land of the living, oh Lord. It doesn't matter what foolishness he is doing right now. We place him on the altar. We sprinkle the blood of Jesus. And as mothers, we hold on to the horn of the altar. I see with my eyes of faith that Ben will become a preacher of the word and minister Amen. faith in the prophetic unction, oh Lord. Thank you, thank you, thank you, Lord, that Levi will minister the word of the Lord with authority and speak with such unction and purity and integrity of heart that no preacher of this world has seen, Lord. Thank you, thank you, thank you, Lord. We love you, we love you. I want to give a chance to Sister Grace Morris. Go ahead. Thank you, Sister Preeti. Praise God. I praise and thank God for the healing that He has given me. I was really sick for the past couple of weeks, a lot of health issues, and I tested positive for strep throat, and it was very bad. And I had asked Sister Preeti to pray for me, and thank you, Sister, for praying, and all those who prayed for me. And I had to be off work for a week completely due to because I was sick, and I was able to go back to work
last weekend. I praise God for that, for His mercies. He's a faithful God. As Sister said, in the land of the living, I will hold on to the promise, and I will see the fulfillment of His promise. Thank you, Lord. Thank you, Jesus, for being such a merciful, compassionate God. I surrender myself at your feet, Lord Jesus. Hallelujah. Have your way in us completely, Lord Jesus. Hallelujah. Give us that faith to hold on to your promise no matter what may come, Lord Jesus. That you will hallelujah, strengthen us, and you will carry us through no matter what comes. Thank you, Jesus. Hallelujah. In Jesus' name I pray, Father God. Amen. Thank you all for praying for me. Thank you, Sister Preeti, for giving me this opportunity to tell my testimony. Thank you. Thank you, everyone. Thank you. Amen. Thank you, Jesus. Thank you. Amen. Thank you, Jesus. Blessy, can you close us out in prayer? Hallelujah. Hallelujah. Thank you, Lord. Thank you, Father. Thank you, Lord. If not, I'll just pray. Thank you. Yeah, go ahead, bless. Our Heavenly Father, thank you for this wonderful time we had. We come together in your presence. Thank you for speaking to us. Thank you for enabling Sarah to give the message. Hallelujah. Help us to hold on to the promises we have. Hallelujah. Thank you for all the promises you are going to fulfill in our life. We trust in you, Lord. We completely trust in you, Lord. Hallelujah. Completely trust in your word, Lord. Speak to us, lead us, guide us. Hallelujah. Humble ourselves in your presence, Lord. Thank you for each and every member who were able to join this prayer line and has to leave early. Bless all of them. So many needs they have. Fulfill all their needs. Hallelujah. Guide them completely. I pray for all of them, and I humble all of them in your mighty hand. In Jesus' mighty name I pray. Amen. 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 And we bless Frankie also, Lord, as she's with her sister. Let supernatural grace surround her, Lord. Amen. Let that family see a deliverance. Thank you for the good work you've started in Frankie, Lord. Continue to multiply it. One more time, together as a church family, we bless Sarah, Lord. Thank you that the gates of hell will not prevail, and you will build, Lord. You will build her as your bride who will be fruitful and who will multiply, and that baby you have decreed over her life will be birthed, oh Lord. Thank you for every detail you have shown Sarah concerning her promised child. Thank you, Lord, that we will soon celebrate the goodness of the Lord. We prayed for her marriage and we saw it happen, Lord. Thank you that we will see her womb being fruitful, Lord. You will do this miracle for Sarah. We believe and we bless her in the name of the Father, Son, and the Holy Spirit. In Jesus' name we pray. Amen and amen. Amen. Have a blessed day. Thank you, Thank you, sister. Thank you. Thank you.